Hello guys, welcome back to our YouTube channel. Hello. അപ്പോൾ നമ്മളിപ്പോ 40 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. Guys, actually ഒരു 2 ആഴ്ച മുന്നേ 38 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ആ രണ്ട് മഹത് വ്യക്തികളെ വെൽക്കം ടു അവർ ചാനൽ. so very much. So ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഓണം സ്പെഷ്യൽ വ്ലോഗ് ആണ് ഗൈസ്. ഇത് പ്രിപ്പറേഷൻ വ്ലോഗ് ആണ് ഗൈസ്. പ്രിപ്പറേഷൻ ഒന്നുമില്ല, എല്ലാം കൂടെ ഒറ്റ വ്ലോഗേ ഉള്ളൂ. അല്ല, രണ്ട് വ്ലോഗ് ഉണ്ട്. പാർട്ട് 1 പാർട്ട് 2 ഉണ്ടോ? ഓക്കേ ഗൈസ്, പാർട്ട് 1 പാർട്ട് 2 വിത്ത് തിരുവാതിര ഫുൾ പ്ലാൻ ആണ്. മേരിയും അന്നയുമാണ് ഞങ്ങളുടെ ഹോസ്റ്റ്. അതെ അതെ. സോ ഇന്ന് നമ്മൾ മേരിയുടെയും അന്നയുടെയും വീട്ടിലാണ് നമ്മൾ ഇന്ന് ഓണം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഗൈസ്. ഇവര് പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് പഴം, പച്ചക്കറി, പായസം സേമിയ പായസം ഇല്ല. ഓണത്തിന്റെ പാല് ഞാനതാ ചോദിച്ചത്, ഞാനത് ആലോചിച്ച പാലടയാണ്. രുചി ഗോൾഡിന്റെ എണ്ണ, ഗൈസ് ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. പിന്നെ 3 മുരിങ്ങാക്കോൽ, മുരിങ്ങാക്കോൽ, സാമ്പാർ, വളരെ വളരെ വലിയതാണ്. നിനക്ക് അവിയലൊക്കെ ഉണ്ടാക്കാറോ ഗൈസ്? കുക്കുംബർ പച്ചടി അതാണോ? പിന്നെ ബീറ്റ്റൂട്ട് പച്ചടി, കുക്കുംബർ പച്ചടി, ഇതൊക്കെ എന്താ? പച്ചടിയോ? അതൊക്കെ ഉണ്ട്. അതൊക്കെ വെറൈറ്റി ഞാൻ വീട്ടിൽ ചെന്ന് സദ്യ അയച്ചു കുക്കുംബർ പച്ചടി എന്നൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കി. സോ ഇന്ന് ഇവിടുത്തെ മെയിൻ ഷെഫ് നാളെ മേരി ആയിരിക്കും ഗൈസ്. കരിവേപ്പിലൊക്കെ ഉണ്ട്. മേരിനെ അസിസ്റ്റ് ചെയ്യാൻ അന്നയുണ്ട്. ഇവിടെ ഒരു വിവരവും ബോധവും ഇല്ലാത്ത ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾക്ക് തിന്നാനല്ലേ അറിയൂ. പച്ചമുളക്. താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ കുറച്ച് പൂവൊക്കെ വാങ്ങിയിട്ടുണ്ട്, പൂക്കളം ഇടാൻ. പിന്നെ നമ്മൾ വാങ്ങിയ നാളെ ഗെയിംസിനുള്ള ബലൂൺ ബോൾസ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ ഗെയിംസ് നമുക്ക് ഫുൾ പ്ലാൻഡ് ആണോ? സോ അവർ പറയുന്ന റൂൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഈ വ്ളോഗിൽ ഞങ്ങൾ മാത്രമല്ല ഗൈസ്, വേറെ കുറച്ച് മേരിയുടെയും മന്നയുടെയും ഫ്രണ്ട്സ് വരുന്നുണ്ട്. സോ അവരൊക്കെ അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. സോ വി ആർ ഓൾ സോ എക്സൈറ്റഡ് ബിക്കോസ് ഇനിയിപ്പോ ഞങ്ങൾ പച്ചക്കറി എല്ലാം ചെറുതെടുത്തിരിക്കുന്ന വീഡിയോസ് ഒക്കെ കാണിച്ചു തരാം. ഒന്നാം മല കയറി പോരണ്ടേ, അവിടെ പച്ചക്കറി കറി നമ്മൾ മാത്രമേ ഉള്ളൂ. വരും എല്ലാവരും വരും പച്ചക്കറി. സോ നമ്മൾ ഇത്രയും പേരാണ് ഗൈസ്. ബാക്കി അവർ വന്നിട്ട് നമ്മൾ ആയിരിക്കുന്ന ബാക്കി വ്ളോഗൊക്കെ നമ്മൾ ഇടാൻ ചെയ്യുന്നതാണ്. ഗൈസ് ഇവിടെ എല്ലാവരും മത്സരിച്ച് അരിഞ്ഞോണ്ടിരിക്കുക. ജൂലി എന്താ അറിയുന്നേ? ഇഞ്ചി. മേരി ഇവിടെ ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുകയാണ്. ചെറിയ ഉള്ളി പറഞ്ഞ ക്ലീൻ ചെയ്തു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പണിയെടുക്കാണ് ഗൈസ്. യെസ്, അന്നയുടെ സക്സസ്ഫുൾ തേങ്ങ മുറിച്ചു. എത്ര ആളം കിട്ടിയടി? ഓ, കിട്ടിയ ആവശ്യത്തിന്. ഗൈസ്, നമ്മുടെ ഓണത്തിന്റെ അരിയൽസ് നടന്നിരിക്കുന്നു. മേരി, വാട്ട് ആർ യു അരിയൽ? ചെറിയുള്ളി. ആൻഡ് ഇവിടെ ഒരാള് ഇഞ്ചി അരിഞ്ഞോണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇതൊക്കെ എന്റെ അമ്മ കണ്ട എന്റെ അമ്മ ഞെട്ടും. അവിടെ നിന്ന് തേങ്ങ ചേർന്നില്ലേടി? ഞാൻ തേങ്ങ ചേർന്നിക്കോളാം. എങ്ങനെയുണ്ട് ഹൃദയ പണിയെടുക്കുന്നത്? വലിയ സുഖമൊന്നുമില്ല ഗൈസ്. ഹൃദയ ക്യാബേജ് അത്യാവശ്യം ഫാസ്റ്റ് ആട്ടോ, അല്ലേ? പുരോഗമനമുണ്ട്. നൈസ്. അതെ ഗൈസ്, ഇവിടെ ഒരാള് വാരി കൊടുക്കുന്നു, ഒരാള് അരിയുന്നു, വേറൊരാള് തേങ്ങ ചേർന്ന് കാണിച്ചു തരാം. എന്താ മേരി വാരി കൊടുക്കുന്ന? ജീര റൈസും രാജ്മ കറി. സെറ്റ് നല്ല ടേസ്റ്റാ. ഇവിടെ ഒരാൾ എന്ത് തകൃതിയായി, അങ്ങനെ ഒരു സാധനല്ലേ, തകൃതിയായി തേങ്ങ ചേരണ്ട് വന്നൊക്കെ. ഏതെങ്കിലും ഹോട്ടലുകളിൽ തേങ്ങ ചേർന്നാൽ ഇപ്പൊ തേങ്ങ ചേർന്ന മെഷീൻ ഉണ്ട്. ബീട്രൂട്ട് ചേർന്നാൽ നിന്നെ നല്ലത് വേറെ ആരുണ്ട്? അതെ ഗൈസ്, നീ ക്യാബേജും ബീട്രൂട്ട് സ്പെഷ്യലിസ്റ്റ് ആണൊക്കെ. മേരി നല്ല ബിസി, എല്ലാവരും ബിസി അരിയലാണ്. ഉള്ളി അരിയാണ്. ഈ ക്യാരറ്റ് ബീൻസൊക്കെ ഞാൻ അരിഞ്ഞു കഴിഞ്ഞു. കുക്ക് ചെയ്യാനായിട്ട് എഴുന്നേറ്റ് ഗൈസ്. പക്ഷെ അപ്പോഴാണ് നമ്മൾ ഗ്യാസ് തീർന്ന സത്യം തിരിച്ചറിഞ്ഞത്. അതെന്നെ നോക്കടി.
കിട്ടുന്നതിന്റെ മത്സരത്തിലാണ്. ഗൈസ് ഇപ്പോഴാണ് എഴുതുന്നത്. ഞാൻ എപ്പോഴാണ് വരുന്നത്? സമയം എത്ര? 8 മണി. 8:30. 8 മണിക്ക് വരും എന്ന് പറഞ്ഞ ഗൈസ് ഞാൻ 8:30 എത്തിയിട്ടുണ്ട്. ഗൈസ് ഇവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞു അവരെല്ലാം അറിഞ്ഞു. നീ പറഞ്ഞോ? ഇന്നലെ രാത്രി ഞാൻ മര്യാദയ്ക്ക് ചോദിച്ചതാ, മേരി നിന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ വിചാരിച്ചു ഇവള് രാവിലെ എഴുന്നേറ്റ് ഇത്രയും കറി ഉണ്ടാക്കണ്ടേന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ചോദിച്ചത്. പറ്റുമോ? രാത്രി തന്നെ 2-3 ഉണ്ടാക്കിയോളൂ. അപ്പോൾ ഉടനെ ഒരുത്തി പറയാ ഫ്രഷ് ആയിട്ട് രാവിലെ മതിയെന്ന്. ഇപ്പൊ രാവിലെ ഫ്രഷ് ആയിട്ട് പൂ ഇപ്പൊ പിച്ചിക്കൊണ്ടിരിക്കുക. അടുപ്പതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഡക്ഷൻ എവിടുന്ന് ഒപ്പിച്ചു? ഞങ്ങൾക്ക് ഇവിടെ കണക്ഷൻസ് ഉണ്ട്. നിങ്ങളെപ്പോലെ ബിഗ് പീപ്പിൾ. ഇവിടെ 50 വർഷം ജീവിച്ച ആൾക്കാർക്കൊന്നും കണക്ഷൻ. സോറി, ഞങ്ങൾ ഇൻഡക്ഷൻ കുക്കറിൽ കുക്ക് ചെയ്യാറില്ല, ഇൻഡക്ഷൻ സ്റ്റൗവിൽ കുക്ക് ചെയ്യാറില്ല എന്നൊക്കെ. സോ ഞാൻ പോയി പൂക്കളം ഇടട്ടെ ഗൈസ്. ഹായ് ഗൈസ്, അതെന്താ സാധനം? ഇത് സാമ്പാർ. സാമ്പാർ, ബീട്രൂട്ട് പച്ചടി, പിന്നെ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയി കഴിഞ്ഞു. എന്തൊക്കെയാ റെഡി ആയിട്ടുള്ളത്? നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ക്യാബേജ് തോരൻ റെഡി, പിന്നെ സാമ്പാർ റെഡി. സാമ്പാർ റെഡി. ഓക്കെ, ഇപ്പൊ ബീട്രൂട്ട് പച്ചടി ആവും. ഇനി എന്തൊക്കെയാ ഉള്ളത്? പറ്റിപ്പോയതെന്ന് വെച്ചാൽ ഗ്യാസ് ഇല്ലെങ്കിൽ ഇതിപ്പം 5-6 കറി റെഡി. ഇതെന്ത് സാധനത്തിനുള്ളതാ? അത് ഈ അരപ്പ് ഇതിലോട്ട് ഇടാൻ. ഓക്കെ, സോ ഇനിയും കുറേ സാധനങ്ങൾ ഉണ്ട് ഗൈസ്. ഇഞ്ചിക്കറി എവിടെ? വാവ്, സോ ഡിലിഷ്യസ്. തന്നെ ഉണ്ടാക്കി തന്നെ ടേസ്റ്റ് ചെയ്ത് വാവുന്നൊക്കെ എനിക്ക് ഇഷ്ടമല്ല. ഇഞ്ചിക്കറി ഇഷ്ടമല്ല. നിനക്ക് എന്താ ഇവിടെ വരുത്തി നെയിൽ പോളിഷ് ഇടുകയാണ്. പ്രെപ്സ്. യെസ്. എന്താണിത്? ക്ലോസപ്പ് എടുക്കണ്ട. ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ്. ഗൈസ്, നമ്മളിന്ന് ഓണത്തിനൊക്കെ കാണാൻ പോകുന്നത് ഒരു ആർട്ടിനെയും ഒരു ആർട്ടിസ്റ്റിനെയാണ്. പക്ഷെ ശരിയായില്ല. ഹലോ ഗായ്സ്, അടുക്കളയിൽ വേണ്ട പണിയെടുക്കുമ്പോഴും ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നത്? അതാ ഒരു ആർട്ടും ഒരു ആർട്ടിസ്റ്റും. ഹൃദയയുടെ കഴിവാണ്. ഹൃദയ, നോക്കൂ, ഒരു ഹായ് പറയൂ. സെലിബ്രിറ്റി ആണ്. ബുക്കിംഗ് ആൻഡ് എൻക്വയറീസ്. ഫോൺ നമ്പർ കൂടി ഞങ്ങൾക്ക് മെയിൽ ഐ ഡി ഞങ്ങൾ വേണം താഴെ ഇടാം. നിങ്ങൾക്ക് 2 കയ്യിൽ 2 പോലെ ഇരിക്കുക. പിന്നെ പ്രീപെയ്ഡ് ആയിരിക്കണം. അതെ, എന്റെ ഫുൾ ചെലവ്. ലോട്ടസ് പോലെ ഇല്ലേ? ഞാൻ വരാനായിട്ട് ലംബോർഗിനി ഇതൊക്കെ വേണം. ഗൈസ്, എന്റെ കയ്യിൽ ഞാൻ ലോട്ടസ് വരയ്ക്കാൻ ശ്രമിച്ചത് അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ആയപ്പോൾ നല്ല കുറേ. ഞാൻ പിന്നെ വട്ടത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ചവിട്ടി അവള് ദോശ. വീട്ടുകാരിയായ അന്നയും മേരിയും കുക്കിങ്ങിൽ ഭയങ്കര ബിസി. എടി എന്റെ ഫോണില് വളരെ കഷ്ടപ്പെട്ട് ഞാനും അന്യം നമുക്കിട അവരവിടെ ഓരോന്നോരോന്ന് ഇട്ട് തരുമ്പോൾ നമുക്കിവിടെ ഓരോന്നോരോന്നായി കിട്ടാം. ഇവിടെ ഏത് കളർ വരുന്നുണ്ട്? ഹായ് ഹൃദയ. ഹലോ. മഞ്ഞപ്പൂക്കൾ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞങ്ങള് ഞങ്ങളുടെ അത്തപ്പൂക്കളം. ഇതല്ലേ? ആ, എക്സ്ക്ലൂസീവ് ഷോ. ഓ, നിക്കർ മാറിയിട്ട്. ജൂലി അല്ലേ മരിയ? സുഖല്ലേ? ഇന്നലെ തൊട്ട് ജൂലി ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ജൂലി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. പണിയെടുത്ത നാട്ടുകാർ മുഴുവൻ അറിയില്ലോ. എടി, ഇനി ആ മഞ്ഞേന്റെ ഒരു ചെറിയൊരു ഫ്ലവർ എടുത്ത് നടുക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്ത് തന്നെ. ഇടി ഇവിടെ ഇച്ചിരി ഇടറി ആ വെള്ളം. എല്ലാം വെക്കാം. ഗൈസ്, ഞാൻ വരച്ച പൂക്കളാണ് ഗൈസ്. അതെ, കംപ്ലീറ്റ്ലി എന്റെ കഴിവാണ്. എന്റെ മാത്രം കഴിവാണ്.